അസ്ഥികൾ ദുർബലമാകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ അസ്ഥികൾ വേദനിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എന്നാൽ വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടാവുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ സൂര്യപ്രകാശം ആവശ്യത്തിന് നമുക്ക് ലഭിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. നമ്മുടെ കാൽഷ്യം ആഗിരണം ചെയ്യാനായിട്ട് വൈറ്റമിൻ ഡിയുടെ സഹായം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം കിട്ടുന്നില്ല. നമ്മൾ പുറത്തിറങ്ങാത്ത വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് സൺസ്ക്രീൻ തേക്കുന്നവരാണ്, നമുക്ക് അല്ലെങ്കിൽ സൂര്യനോട് അലർജി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സൺസ്ക്രീൻ ഇടുന്നു. ഇതൊക്കെ ഈ ഒരു ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം കിട്ടാതിരിക്കാനുള്ള കാരണങ്ങളാണ്. അതേപോലെ ഭക്ഷണത്തിൽ ആവശ്യമായ കാൽഷ്യം കിട്ടുന്നില്ല. പാല് അങ്ങനെയൊന്നും ഉള്ള കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ലഭിക്കുന്നില്ല. പിന്നെ അതേപോലെ ഹോർമോണൽ ഇംബാലൻസസ്, നമുക്ക് മെനപ്പോസ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോഴൊക്കെ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവാം. ഇത് നമ്മുടെ വൈറ്റമിൻ ഡിയെ എഫക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ വയറിലുണ്ടാകുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ളവരിൽ നമുക്ക് വൈറ്റമിൻ ഡി കുറവായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലെ മലിനീകരണം കാരണവും നമ്മുടെ വൈറ്റമിൻ ഡിയുടെ അഭാവം ഉണ്ടാകാറുണ്ട്. വൈറ്റമിൻ ഡി ശരിയായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റാതിരിക്കുകയും അതേപോലെ പ്രായം കൂടുന്തോറും നമ്മുടെ സ്കിന്നിന് ആവശ്യത്തിനുള്ള പ്രോസസ്സിങ് ശരിയാവാതെ ഇരിക്കുന്നതും വൈറ്റമിൻ ഡി കുറയുന്നതും കാണാറുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ? പ്രധാനമായും നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള വേദനകൾ, പുറം വേദന, മുട്ടുവേദന, അതേപോലെ തന്നെ ചെറുതായി ഒന്ന് തട്ടുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള വേദന, ചെറിയ അപകടങ്ങളിൽ നിന്ന് തന്നെ അസ്ഥി ഒടിയുന്നതായിട്ടുള്ള ഒരവസ്ഥ. ഇത് കുട്ടികളിലും ഈ അസ്ഥി ഒടിയുന്ന ഒരു പ്രവണത കാണിക്കാറുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഹൈറ്റ് വെക്കാതിരിക്കുന്നതും കുട്ടികളിൽ കാണുന്ന ഒരു പ്രവണതയാണ്. ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ കഴിയും? പ്രധാനമായും നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ, പാല്, മുട്ട, റാഗി, എള്ള്, മീന് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി രാവിലെ 10 മണിക്ക് മുൻപേ ഉള്ള വെയിൽ കൊള്ളുക. ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ 10 മണിക്കുള്ള മുൻപേ ഉള്ള വെയിലും അതേപോലെ 3 മണി കഴിഞ്ഞ് ഉള്ള വെയിലും കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക. അതിനു പുറമെ ആവശ്യത്തിനുള്ള എക്സർസൈസ് ചെയ്യുക. ഒരു 30 മിനിറ്റ് നടത്തം. ഇതൊക്കെ നമ്മുടെ മസിൽസ് ബെറ്റർ ആക്കുന്നു. മസിൽസ് നമ്മുടെ അസ്ഥികളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇതുപോലെ തന്നെ വൈറ്റമിൻ ഡി, ഇതൊന്നും ചെയ്തിട്ടും വൈറ്റമിൻ ഡി ശരിയാകുന്നില്ല എങ്കിൽ നിർബന്ധമായും നിങ്ങൾ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റുകൾ എടുക്കുക. അതിനുവേണ്ടി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഡി സപ്ലിമെന്റുകൾ ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്